ആധുനിക മനുഷ്യൻ കൃത്രിമ വെളിച്ചത്തിൻ്റെ അതിപ്രസരത്തിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണിത്. രാത്രിയെ പകലാക്കുന്ന നഗരവിളക്കുകളും വ്യവസായശാലകളും കാരണം ഭൂമിയിലെ ഭൂരിഭാഗം ജനങ്ങൾക്കും ഇന്ന് യഥാർത്ഥ ഇരുണ്ട ആകാശമെന്നത് അപൂർവമായൊരു കാഴ്ചയായി മാറിയിരിക്കുന്നു. ശാസ്ത്രജ്ഞരുടെ പഠനങ്ങൾ അനുസരിച്ച് ലോക ജനസംഖ്യയുടെ 80% ആളുകളും ജീവിക്കുന്നത് പ്രകാശ മലിനീകരണം കടുത്ത തോതിലുള്ള ആകാശത്തിന് കീഴിലാണ്. വൻ നഗരങ്ങളിൽ വസിക്കുന്നവർക്ക് രാത്രികാലങ്ങളിൽ ഏറ്റവും തിളക്കമുള്ള ഏതാനും നക്ഷത്രങ്ങളെ അല്ലാതെ പ്രപഞ്ചത്തിൻ്റെ യഥാർത്ഥ വിസ്മയങ്ങൾ കാണാൻ സാധിക്കാറില്ല. പ്രകാശ മലിനീകരണം പ്രകൃതിയുടെ സ്വാഭാവിക താളത്തെ തെറ്റിക്കുകയും വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും ഭൂമിയുടെ ചില ഉൾപ്രദേശങ്ങളിലും ഉയർന്ന മലനിരകളിലും മരുഭൂമികളിലും ഇന്നും പ്രകൃതിദത്തമായ ഇരുണ്ട ആകാശം സംരക്ഷിക്കപ്പെടുന്നുണ്ട്. പ്രപഞ്ച രഹസ്യങ്ങൾ തേടുന്ന ശാസ്ത്രജ്ഞർക്കും നക്ഷത്ര നിരീക്ഷകർക്കും ഒരേപോലെ പ്രത്യാശ നൽകുന്ന ഭൂമിയിലെ ഏറ്റവും മികച്ച 10 നക്ഷത്ര വീക്ഷണ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. ഭൂമിയിലെ നക്ഷത്ര നിരീക്ഷണത്തിന് സ്വർണ്ണ നിലവാരമായി കണക്കാക്കുന്നത് വടക്കൻ ചിലിയിൽ സ്ഥിതി ചെയ്യുന്ന അറ്റക്കാമ മരുഭൂമിയാണ്. ഭൂമിയിലെ തന്നെ ഏറ്റവും ഇരുണ്ട പ്രദേശങ്ങളിലൊന്നായി ഇവിടെ ചില പ്രദേശങ്ങളിൽ ദശാബ്ദങ്ങളായി മഴ പോലും പെയ്തിട്ടില്ല. ഉയർന്ന ഭൂപ്രകൃതിയും മേഘങ്ങളോ ഈർപ്പമോ ഇല്ലാത്ത തെളിഞ്ഞ ആകാശവും കാരണം പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കാൻ ഇതിലും മികച്ച മറ്റൊരു ഇടമില്ല. ലോകപ്രശസ്തമായ അൽമ, യൂറോപ്യൻ സദേൺ ഒബ്സർവേറ്ററി തുടങ്ങിയ അത്യാധുനിക നിരീക്ഷണശാലകൾ ഇവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ചന്ദ്രനില്ലാത്ത രാത്രികളിൽ അറ്റക്കാമിലെ ആകാശത്ത് ക്ഷീരപഥം അഥവാ മിൽക്കി വേ അത്രമേൽ തിളക്കത്തോടെ ദൃശ്യമാകാറുണ്ട്. ഈ വെളിച്ചം കാരണം നിലത്ത് നേരിയ നിഴലുകൾ പോലും ഉണ്ടാകാറുണ്ട് എന്നത് അതിശയകരമായ വസ്തുതയാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും പഴക്കമേറിയ മരുഭൂമികളിലൊന്നായ നമീബിയയിലെ നബീബ് മരുഭൂമിയാണ് മറ്റൊരു പ്രധാന കേന്ദ്രം. വളരെ കുറഞ്ഞ ജനസാന്ദ്രതയും നഗരവൽക്കരണത്തിൻ്റെ കുറവും ഈ പ്രദേശത്തെ ആകാശത്തെ പ്രകാശ മലിനീകരണത്തിൽ നിന്നും പൂർണ്ണമായും കാത്തുസൂക്ഷിക്കുന്നു. തെക്കേ അർദ്ധഗോളത്തിലെ ആകാശ കാഴ്ചകൾ ഏറ്റവും വ്യക്തമായി കാണാൻ സാധിക്കുന്ന ഇവിടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് വലിയ മാഗ്നറ്റിക് മേഘങ്ങളും ചെറിയ മഗലനിക് മേഘങ്ങളും എന്നറിയപ്പെടുന്ന 2 കുള്ളൻ ഗാലക്സികളെ കാണാൻ സാധിക്കും. അമേരിക്കയിലെ ഹവായിലുള്ള മൗന കിയ എന്ന അഗ്നിപർവ്വത മലനിരയാണ് വടക്കേ അർദ്ധഗോളത്തിലെ ഏറ്റവും മികച്ച കേന്ദ്രം. സമുദ്രനിരപ്പിൽ നിന്ന് 4200-ലധികം മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ കൊടുമുടി ഭൂമിയിലെ ഭൂരിഭാഗം മേഘപടലങ്ങൾക്കും അന്തരീക്ഷ ഈർപ്പത്തിനും മുകളിലാണ് നിലകൊള്ളുന്നത്. ഇത് ശാസ്ത്രജ്ഞർക്ക് ബഹിരാകാശത്തേക്ക് തികച്ചും സുതാര്യവും സുസ്ഥിരവുമായൊരു ജാലകം തുറന്നു നൽകുന്നു. നിരവധി അന്താരാഷ്ട്ര ബഹിരാകാശ നിരീക്ഷണ കേന്ദ്രങ്ങൾ ഈ മലമുകളിലാണ് പ്രവർത്തിക്കുന്നത്. ന്യൂസിലാൻഡിൻ്റെ സൗത്ത് ഐലൻഡിൽ 5000-ലധികം ചതുരശ്ര കിലോമീറ്റർ പരന്നു കിടക്കുന്ന ഒറക്കി മക്കൻസി അന്താരാഷ്ട്ര ഡാർക്ക് സ്കൈ റിസർവ് രാത്രികാല ഇരുട്ടിൻ്റെ സംരക്ഷണത്തിൽ വലിയ മാതൃകയാണ്. കൃത്രിമമായ പുറം വിളക്കുകൾക്ക് ഇവിടെ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വടക്കൻ അർദ്ധഗോളത്തിൽ നിന്ന് ഒരിക്കലും കാണാൻ കഴിയാത്ത തെക്കൻ ആകാശത്തിലെ നക്ഷത്ര സമൂഹങ്ങളെയും ഗ്രഹങ്ങളെയും ഇവിടെ അതീവ വ്യക്തതയോടെ ദൃശ്യമാകും.